To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ തുടരാം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറ് അഥവാ ബ്രെയിനാണ്, അല്ലേ? പക്ഷേ ഹാർട്ടിൻ്റെ കാര്യം വരുമ്പോൾ ഇത് ഇത്തിരി വ്യത്യസ്തമാണ്. ഹാർട്ടിനും ബ്രെയിനിന് പറഞ്ഞ കേൾക്കാൻ ഇത്തിരി മടിയാണ്. ഹാർട്ട് അറിയാം, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. ആ ഹാർട്ട് സ്വന്തമായിട്ടാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഓട്ടോ റെഗുലേറ്ററി എന്ന് പറയും. ഓട്ടോ എന്ന് വെച്ചാൽ എന്താ? സ്വയം റെഗുലേറ്റ് ചെയ്യുന്നു. ഓട്ടോ റെഗുലേറ്ററിയാണ്. സ്ട്രോക്ക് കാരണമോ അല്ലെങ്കിൽ ആക്സിഡൻസ് കൊണ്ടോ ചില ആളുകളിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാം. പക്ഷേ അവരുടെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ വെന്റിലേറ്ററിലായിരിക്കും, ഹാർട്ട് ബീറ്റ് കാണും. അപ്പോൾ ശരിക്കും ആള് മരിച്ചു കഴിഞ്ഞു, പക്ഷേ സ്റ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഹാർട്ട് ബ്രെയിനിൻ്റെ കൺട്രോളിൽ അല്ലാത്തത് കൊണ്ട്. ആ സമയത്താണ് നമ്മൾ സാധാരണയായി ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോഡൽ ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സിനോ ഏട്രിയൽ നോഡാണ് ഈ ഇമ്പൾസസ് ഉണ്ടാക്കി അതിനെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ടിനെ നമ്മൾ മയോജനിക് എന്ന് പറയുന്നു. കാരണം ഹാർട്ട് നോഡൽ മസ്കുലേച്ചർ ഉപയോഗിച്ച് സ്വന്തം കാര്യം നോക്കുന്നത് കൊണ്ട് ഹ്യൂമൻ ഹാർട്ട് ഇസ് മയോജനിക്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടെന്ന്. പിന്നീട് നമ്മളെ ഹാർട്ടിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ പാർട്ട് എന്ന് പറയുന്നത് മെഡുലയാണ്. മെഡുല അതായത് റേറ്റ് മോഡറേഷൻ കൊടുക്കാനായിട്ട് കൂടുതൽ ബീറ്റ് ചെയ്യണോ കുറവ് ബീറ്റ് ചെയ്യണോ അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ബ്രെയിനാണ്. അപ്പോൾ മെഡുലയിൽ നിന്ന് ANS വഴി ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ന്യൂറൽ സിസ്റ്റം ചാപ്റ്റർ പഠിക്കും നമ്മുടെ നെർവസ് സിസ്റ്റം രണ്ടായിട്ട് മെയിൻ പാർട്സ് ഉണ്ട്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എല്ലാ നേഴ്സാണുള്ളത്. അത് രണ്ട് തരത്തിലുണ്ട്. ANS ആൻഡ് ദറ്റ് ഈസ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഈ ഓട്ടോണമസ് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് മെസ്സേജ് കൊടുക്കുന്നതാണ്. അതിന് വീണ്ടും രണ്ട് തരം നേഴ്സ് ഉണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. സിമ്പത്തറ്റിക്കിൽ ചെന്ന് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ പറയും, പക്ഷെ അത് നിർത്താൻ ഓർഗൻ അറിയില്ല. അപ്പോൾ പാരാസിമ്പത്തറ്റിക് ആണ് ചെന്നിട്ട് അതിനെ നിർത്താൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മെഡുല ANS ഓട്ടോണമസ് നെർവസ് സിസ്റ്റം വഴി അതിലെ സിമ്പത്തറ്റിക് ന്യൂറോൺസ് വഴി ഹാർട്ടിനോട് പറയും, ഓക്കെ ഹാർട്ട് റേറ്റ് ഒന്ന് കൂടി ഇത്തിരി സ്പീഡിൽ ബീറ്റ് ചെയ്യും, നമുക്ക് ഇതിരി ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പറയും നമ്മുടെ വെൻട്രിക്കുലർ മസ്കുലേച്ചർ വെൻട്രിക്കിൾസിൻ്റെ കൺട്രാക്ഷൻ കുറച്ചുകൂടി പവർഫുൾ ആക്കാം, അപ്പോൾ കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യും, കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടാം. അങ്ങനെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുതൽ ബ്ലഡ് ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ സിമ്പത്തറ്റിക് നെർവ്സ്. അത് കുറച്ചാകുമ്പോഴേക്കും നോർമൽ ആക്കണം, അല്ലേ? അപ്പോൾ ആര് പോവും? പാരാസിമ്പത്തറ്റിക് നെർവ്സ് എന്ന് പറയും. ഓക്കെ മതി സ്ലോ ഡൗൺ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയ്ക്ക് കോൺട്രാക്ട് ചെയ്യണ്ട, കുറച്ചോളൂ, കാരണം നമുക്ക് ഇത്രയും കാർഡിയക് ഔട്ട്പുട്ട് ഇപ്പോൾ വേണ്ട. ഓക്കെ. അതുകൂടാതെ നമ്മുടെ അഡ്രീനൽ മെഡുലറി ഹോർമോൺസ് ഉണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസ് അത് മെഡുലയിൽ ആക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അത് സാധാരണയായിട്ട് ഈ സ്മോക്കേഴ്സിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ, നിങ്ങൾ 12th വരുന്ന കോൺസെപ്റ്റാണ്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ നിക്കോട്ടിൻ ഉണ്ടല്ലേ, ടുബാക്കോയിൽ, ആ നിക്കോട്ടിൻ ഈ ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സിഗരറ്റ് വലിക്കുമ്പോൾ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ചാൻസ് കൂടുതലാണ്. എല്ലാ ഫിസിയോളജി ചാപ്റ്റേഴ്സിൻ്റെയും അവസാനം ആ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ഹാർട്ട് അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ BP എന്ന് നമ്മൾ പറയും. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നതാണ്, അല്ലേ? BP ഇത് വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. അത് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. സാധാരണയായി നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm/Hg ആണ്. അത് ചെക്ക് ചെയ്യുന്നത് സ്പിഗ്മോ മാനോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 120 എന്ന് പറയുന്നത് പമ്പിങ് പ്രഷറാണ്, അത് കൂടുതലാണ്. അത് നമ്മുടെ സിസ്റ്റളിക് പ്രഷറാണ്. അതേസമയം ഹാർട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന പ്രഷറാണ് 80 എന്നുള്ളത്, അത് റിലാക്സിങ് പ്രഷറാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോൾ നോക്കുമ്പോഴും 120/80 ആണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയും. ചില പ്രത്യേക സിറ്റുവേഷൻസ്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓടി വരികയാണ്, അല്ലെങ്കിൽ ഒരു 4 നില കെട്ടിടം പടി കയറി മേടിച്ചെന്ന ഉടനെ എൻ്റെ BP നോക്കിയാൽ സ്വാഭാവികമായിട്ട് അത് ഹൈ ആയിരിക്കും. ഉടനെ എനിക്ക് ഹൈ BP ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറേ ദിവസങ്ങളിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് 140/90 ആണ് കാണിക്കുന്നത്. എങ്കിൽ അതൊരു ഹൈപ്പർ ടെൻഷൻ്റെ ഒരു ലക്ഷണമാണ്. അവിടെ നമ്മുടെ സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് കൂടി 140 ആയി, ഡയസ്റ്റളിക് പ്രഷർ 90 ആയി.
അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ നമ്മൾ അതിനെ ഹൈ BP എന്ന് പറയുന്നു. ഇതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ഈ വാല്യൂ ആണ്. ഈ 90 മുകളിലോട്ട് പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഭാരക്കൂടൽ, ഒബേസിറ്റി, അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമ്മളധികം അനങ്ങാതെ ഒരു ജീവിതവും എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, ഒത്തിരി ഫാറ്റി ഫുഡ് കഴിക്കുന്നു, സോൾട്ടി ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം ബ്ലഡ് പ്രഷറിന് കാരണമാകാം. ഇനി CAD എന്ന് പറയുന്നതാണ് അടുത്തത്. CAD എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസിന് മറ്റൊരു പേരാണ് ആത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് എന്നാൽ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ, ഫൈബ്രസ് ടിഷ്യൂ എല്ലാം അടിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ലൂമൻ മീൻസ് അകത്തുള്ള സ്പേസ് കുറയുന്നു. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നതിൽ കൂടി ബ്ലഡ് പാസ് ചെയ്യുമായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു, കാരണം അകത്ത് ഡെപ്പോസിറ്റ് വന്നു. പക്ഷേ ബ്ലഡിൻ്റെ അളവ് സെയിം ആണ്. അപ്പോൾ പ്രഷർ സ്വാഭാവികമായിട്ട് കൂടുന്നു. അങ്ങനെ സാധാരണയായിട്ട് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന വെസൽസിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇവൻച്വലി ഹാർട്ട് ഡിസീസിന് കാരണമാകാം. പിന്നീട് വരുന്നത് ആൻജിന പെക്ടോറിസ് ആണ്. ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത് സാധാരണ വയസ്സായ ആളുകളിലും മിഡിൽ ഏജ് ആളുകളിലൊക്കെയാണ് കണ്ടുവരുന്നത്. അവർക്കൊരു അക്യൂട്ട് ചെസ്റ്റ് പെയിൻ വരും. കാരണം ഹാർട്ട് മസിൽസിന് വേണ്ട ഓക്സിജൻ സപ്ലൈ ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പെട്ടെന്ന് വരുന്ന ഒരു നെഞ്ചുവേദനയാണ്. പിന്നെ ഉള്ളത് ഹാർട്ട് ഫെയിലിയർ ആണ്. ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, ഇത് മൂന്നും മെഡിക്കലി പറയുമ്പോൾ മൂന്നും വ്യത്യസ്തമാണ്. പക്ഷേ ഒരു സാധാരണക്കാരൻ ഇത് മൂന്നും ഒരേ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അതായത് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചിലർ പറയും അയാൾക്ക് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു, വേറെ ആൾ അതേ ആളെക്കുറിച്ച് പറയും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, ഒരാൾ പറയും ഹാർട്ട് ഫെയിലിയർ ആയിരുന്നു. പക്ഷേ ഇത് മൂന്നും വ്യത്യസ്തമാണ്. ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ബ്ലഡ് കൊടുക്കുക എന്നുള്ളതാണ്, പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ജോലി. ആ ജോലിക്ക് ഹാർട്ട് ഫെയിൽ ആകുമ്പോഴാണ് ഹാർട്ട് ഫെയിലിയർ. അതായത് ഹാർട്ടിന് ഇനഫ് ബ്ലഡ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അതിനെ നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നു. ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത് ലങ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ലങ്സിന് കൺജഷൻ വരുമ്പോൾ ഇത് സംഭവിക്കാം. അതുകൊണ്ട് നമ്മളിതിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഇനി ഹാർട്ട് അറ്റാക്ക് എന്താണ്? ഹാർട്ടിലെ മസിൽസിന്, അതായത് ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കാർഡിയാക് മസിൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ അതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ അങ്ങ് ഡാമേജ് ആയി പോകും. അങ്ങനെ വരുന്നൊരവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പിന്നെ ഉള്ളത് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല, ഹാർട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്സ് ബീറ്റിംഗ്. അത് അതിൻ്റെ മിടിക്കുന്നത് നിർത്തുകയാണ്, ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലച്ചു. ഇമ്മീഡിയറ്റ് ഡെത്താണ് കാർഡിയാക് അറസ്റ്റ് വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.